പിന്നെ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നു. फिर से हम प्रभु की उपस्थिति में आए हैं കർത്താവ് നമ്മളെ ഇന്നും സഹായിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. और आज भी परमेश्वर हमें आशीषित करेंगे. वो समय सुंदर समय प्रभु ने हमें दिया है. യേശു ശബത്തിൽ ഒരു പള്ളിയിൽ വന്നിരിക്കുന്ന സമയത്ത് यीशु मसीह एक सबत के दिन जब परमेश्वर के भवन में आए थे, അവിടെ പറയുന്ന ഒരു സ്ത്രീയിൽ 18 വർഷമായിട്ട് ഒരു ഭൂതാത്മാവ് ഉണ്ടായിരുന്നു. वचन वहां पर इस प्रकार कहता है कि 18 साल से एक स्त्री थी जिसके शरीर में दुष्ट आत्मा थे. അവരിൽ അത് പ്രകടമായത് പെട്ടെന്ന് അവർക്കൊരു കൂനിയായ ഒരു സ്ത്രീയായിട്ട് അവർ മാറി. और उनके शरीर में वो दुष्ट आत्मा के कामों के वजह से वो स्त्री कुबड़ी हो गई करके वचन कहता है. ഈ അശുദ്ധാത്മാവ് വരുമ്പോൾ അതിന്റെ മാനിഫെസ്റ്റേഷൻ വേറെ രീതികളാണ്. देखो, जब दुष्ट आत्मा आती है तब उसका प्रकटीकरण अलग रीति से होता है. നമ്മളിൽ പരിശുദ്ധാത്മ വരുമ്പോൾ നമ്മൾ പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും, അന്യഭാഷ പറയും, ദൈവത്തെ സ്തുതിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. हमारे अंदर जब परमेश्वर की आत्मा आती है, जब आत्मा रहती है, तब हम गीतों को गाते, आराधना करते हैं, प्रार्थना करते हैं, परमेश्वर की स्तुति करते हैं. इस प्रकार परमेश्वर की आत्मा को हम प्रकट करते हैं. അശുദ്ധാത്മാവും ഒരാത്മാവായിരിക്കാൽ അത് വരുമ്പോഴും അതിന്റെ പ്രകടനങ്ങൾ ഒരു ശരീരത്തിൽ വെളിപ്പെടാറുണ്ട്. उसी प्रकार अशुद्ध आत्मा भी जब किसी शरीर में प्रवेश करती है तब वो भी अपने कामों को प्रकट करती है. ഈ സ്ത്രീയിൽ വന്നപ്പോൾ 18 വർഷമായി അവർ ഓരോ ദിവസങ്ങളും അവരുടെ ശരീരം കൂനിക്കൊണ്ടിരുന്നു. അവർ വലിയൊരു കൂനിയായിരിക്കുന്ന സ്ത്രീയായി മാറി. और इस स्त्री के शरीर में जब वो दुष्ट आत्मा की शक्ति आई तो हर साल हर समय वो कुबड़ी होती गई और आखिर में संपूर्ण रीति से वो झुक गई. ചിലരിൽ അശുദ്ധാത്മ വരുമ്പോൾ പല പല പ്രകടനങ്ങളാണ് നടക്കുന്നത്. और हालेलुया, जब कुछ लोगों में अशुद्ध आत्माएं आती हैं तो अलग अलग रीति से वो प्रकट होता है. ചിലര് ഓവറായിട്ട് ഭയങ്കര ചിരിയിലായിരിക്കും. कुछ लोग बहुत ज्यादा हंसने लग जाते हैं. ചിലർക്കാണെങ്കിൽ ഭയങ്കര വിശപ്പായിരിക്കും. അവര് പെട്ടെന്ന് ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. कुछ लोगों को क्या होता है, बहुत तेज भूख लगती है, जल्दी जल्दी वो खाते रहते हैं. അവര് എത്ര റൊട്ടി കഴിച്ചെന്ന് പോലും ഒരുപക്ഷെ അവർക്ക് അറിയത്തില്ലായിരിക്കും. और कितनी भी रोटी वो खा ले उन्हें पता भी नहीं चलता कि मैंने कितनी खाई है. ചിലർക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. कुछ लोगों के शरीर में फिर वो भोजन कर ही नहीं पाते हैं. ചിലർക്ക് ഭയങ്കര ഉറക്കമായിരിക്കും. कुछ लोगों को बहुत नींद आती है. फिर പകലോ രാത്രിയോ തിരിച്ചറിയാൻ പറ്റാത്ത ഉറക്കങ്ങൾ. दिन रात नहीं समझ पाते, इस प्रकार वो सोते रहते हैं. ചിലർക്ക് ഉറക്കമില്ലാതിരിക്കും. कुछ लोगों की नींद उड़ जाती है. അങ്ങനെയുള്ള അവസ്ഥകളാണ് അശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ. देखो, अशुद्ध आत्मा जब किसी व्यक्ति में प्रवेश करता है तो ऐसे अनुभवों को हम देख सकते हैं. കുടുംബങ്ങളിൽ വന്നാൽ അത് സമാധാനമില്ലായിരിക്കും. परिवार में अशुद्ध आत्मा आती है तो फिर शांति वहां पर खत्म हो जाता है. അത് ചില വീടുകളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ വന്നാൽ ഒരുപക്ഷെ അവരൊക്കെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയം കാണത്തില്ലായിരിക്കാം. अशुद्ध आत्माएं जब किसी के शरीर में आ जाता है तो ऐसा भी होता है कि हालेलुया वो निरंतर अस्पतालों में ही रह जाते हैं, वहां से बाहर निकलने का भी मौका नहीं मिल पाता. ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല പറയുന്നത്, രോഗിയായിരിക്കുന്നവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. मैं जो लोग अस्पतालों में काम करते हैं उनके बारे में नहीं कह रहा, जो लोग बीमार रहते हैं उनके बारे में कहता हूँ. ഭയങ്കര സാമ്പത്തിക നഷ്ടങ്ങളായിരിക്കും. फिर आर्थिक नष्ट होने लगता है. ഇതൊക്കെയാണ് അശുദ്ധാത്മാവ് ഓരോ കുടുംബങ്ങളിൽ ചെയ്യുന്നത്. अशुद्ध आत्माएं ऐसे कामों को हर एक व्यक्तियों के परिवारों के जीवन में करते हैं. അങ്ങനെ ഒരുപാട് അശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ ഒത്തിരി മാനിഫെസ്റ്റേഷൻ അവരിലെല്ലാം സംഭവിക്കുന്നത്. इस प्रकार अशुद्ध आत्मा जब लोगों के जीवन में आता है तो अलग अलग रीति से वो प्रकट होता है. പല രീതിയിലുള്ള അലർജി രോഗങ്ങൾ, अलग अलग प्रकार के एलर्जी की बीमारियां, ഇതെല്ലാം പിന്നിൽ ഒരു പൈശാചിക റൂട്ട് എപ്പോഴും ഉണ്ട്. इन सब के पीछे एक शैतानी काम जरूर होता है. प्रियो, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോൾ लूका के सुसमाचार में एक बार हम देखते हैं यीशु मसीह जब परमेश्वर के भवन में आए, ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ऐसी एक स्त्री वहां पर थी. ശബത്ത് ദിവസം യേശു അവളോട് പറഞ്ഞു, सबत के दिन यीशु ने उनसे कहा, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. कि है स्त्री, तेरा रोग का बंधन खुल चुका है. ക്ഷണത്തിൽ അവൾ എഴുന്നേറ്റ് നിവർന്നു നിന്നു. और तुरंत वो सीधी खड़ी हो गई. ഹല്ലേലൂയ. 18 വർഷമാക്കി അവളെ കൂനിയാക്കി നിർത്തിയ ശക്തി അവളെ വിട്ടു പോയപ്പോൾ അവൾ നിവർന്നു നിന്നു. देखो, 18 साल से उस स्त्री को हालेलुया झुकाकर रखी हुई वो अंधकार की शक्तियां जब उसके शरीर से निकल गई तो वो सीधी खड़ी होने लगी. യേശു ഉപയോഗിച്ച വാക്കായിരുന്നു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. यीशु ने इस प्रकार कहा कि है स्त्री, तेरे शरीर के रोग के बंधन जो है वो खुल गए हैं. എന്ന് പറഞ്ഞ് യേശു അവളുടെ മേൽ കൈവച്ചു. इस प्रकार कहते हुए यीशु ने उसके सर पर हाथ रखा.
ചില വ്യക്തികൾ, ചില കുടുംബങ്ങളൊക്കെ പല ശുദ്ധാത്മാവിന്റെ പോരാട്ടങ്ങളുമായിട്ട് ഈ പ്രയർ ലൈനിലുണ്ട്. कुछ व्यक्ति, कुछ परिवार हालेलुया इस प्रकार के दुष्ट आत्मा के कामों को हालेलुया झेलते हुए इस प्रार्थना सभा में जुड़े हुए हैं, യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുകയാണ്. मगर यीशु के नाम में हम कहते हैं वो बंधन खुल चुके हैं. നിങ്ങളുടെ മേൽ യേശുവിന്റെ കരം വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. आपके ऊपर परमेश्वर का हाथ इस समय उतर कर आ रहा है. സകല ജീവിതത്തിന്റെ ഏറിയുടെ മേലും വലിയ ഡെലിവറൻസ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രവചിച്ചാൽ നിങ്ങൾ വിശ്വസിച്ച് ആത്മാവിൽ ഏറ്റെടുക്കാൻ തയ്യാറാകട്ടെ. यस, आत्मा में जब हम कहते हैं कि आपके जीवन के हर एक मंडली में, हर एक अवस्थाओं में परमेश्वर का एक छुटकारा होगा, हालेलुया इन भविष्यवाणी के शब्दों को आप अपने जीवन में स्वीकार करें. ക്ഷണത്തിൽ അവൾ നിവർന്നു നിന്നതുപോലെ, അല്ലെങ്കിൽ ക്ഷണത്തിൽ ഒരു അത്ഭുതം, ക്ഷണത്തിൽ ഒരു വിടുതൽ, ക്ഷണത്തിൽ ഒരു സൗഖ്യം നിങ്ങളുടെ മേൽ ഈ നിമിഷം സംഭവിക്കാൻ പോകുകയാണ്. और तुरंत जिस प्रकार हालेलुया वो स्त्री हालेलुया सीधी खड़ी हो गई, वैसे ही तुरंत आपके जीवन में छुटकारा, चंगाइयां परमेश्वर की ओर से होने जा रहा है. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറുന്ന ഒരു സമയമായി ഈ സമയം മാറുന്നു. और ये समय है जब परमेश्वर कुछ परिवारों में, कुछ व्यक्तियों के जीवन की अवस्थाओं को बदल रहा है. प्रियो, വിശ്വാസത്തോടെ ജനം ഏറ്റെടുത്താട്ടെ. यस, विश्वास के साथ परमेश्वर के लोग वचनों को स्वीकार करें. വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ. विश्वास के साथ वचनों को आप स्वीकार करें. ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया, കർത്താവ് ഇത് ചെയ്യുകയാണ്. परमेश्वर ऐसा कर रहे हैं. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാം ധാരാളമായിട്ട് സഹായിക്കാൻ പോകുന്നു. परमेश्वर हम सबों को बहुत आय से हमारी सहायता करने जा रहे हैं. ഹല്ലേലൂയ. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം, आज ये आशीषित दिन, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം मती का सुसमाचार उसका 5वां अध्याय, അതിന്റെ 7-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 7, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം मती का सुसमाचार 7वां अध्याय, 12-ാമത്തെ വാക്യമാണ് ഞാൻ ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. उसके 12वें पद को आज मैं पढ़ना चाहूंगा. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. आमीन. वचन कहता है, इस कारण जो कुछ तुम चाहते हो कि मनुष्य तुम्हारे साथ करे, तुम भी उनके साथ वैसा ही करो. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യമാണ് വായിച്ചിരിക്കുന്നത്. बहुत ही सुंदर एक वचन को हमने यहाँ पर पढ़ा है. നിങ്ങൾക്കറിയണം, നമ്മുടെ മനുഷ്യന് ഒരുപാട് ബലഹീനത ഉള്ളവരാണ് മനുഷ്യർ. और मनुष्य के बारे में हम जानते हैं, मनुष्यों के जीवन में बहुत सारी कमजोरियां, निर्बलताएं हैं. മനുഷ്യർ ഒരു പൂർണ്ണരല്ല. मनुष्य संपूर्ण नहीं है, वो सिद्ध नहीं है. പല 1000കണക്കിന് സ്വഭാവങ്ങളാണ് ഒരു മനുഷ്യന്റെ അകത്തുള്ളത്. एक मनुष्य के अंदर हजारों प्रकार के स्वभाव होते हैं. ദിവസങ്ങളിൽ ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. इन दिनों में बहुत अधिक प्रार्थना के साथ जीने में प्रभु हमारी सहायता करे. കൃത്യകാല ഞാൻ ഒരു ഫാമിലിയെ കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. मैं एक परिवार के बारे में मैंने पढ़ा. പ്രായമുള്ള ഒരു പിതാവുണ്ട് അവിടെ. उस घर में, उस परिवार में एक बुजुर्ग पिताजी हैं. ഈ കൊച്ചുമക്കളുടെ വെക്കേഷൻ സമയത്ത് ആ വീടുകളിലൊക്കെ പോയി അവർ നിൽക്കാറുണ്ട്. और उनके हालेलुया बच्चों के जो बच्चे हैं, नाती पोतों के समय में, उनके वेकेशन के समय में वो लोग उनके पास जाके रुकते हैं. ഈ മക്കൾക്കാണെങ്കിൽ ഈ അപ്പച്ചൻ ഇവിടെ വരുന്ന ഇഷ്ടമില്ല. और ये छोटे बच्चे जो हैं, उनको ये दादाजी उनके घर पे जो आते हैं, उनको अच्छा नहीं लगता. കാരണം എല്ലാത്തിനും കുറ്റങ്ങളാണ്. क्योंकि बच्चे जो कुछ करते हैं, ये दादाजी जो है हर बातों में उनकी शिकायत करते हैं. ഈ അപ്പച്ചന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആകാശത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലും കുറ്റം പറയും. और इस पिताजी की जीवन की बात यह है कि आकाश में खड़े हुए तारे भी जो हैं, उनकी भी वो शिकायत करते हैं. അപ്പച്ചൻ കുറ്റം പറയാതെ വിടുന്ന വേറെ ഒന്നുമില്ല. എല്ലാ വിഷയത്തിനും കയറി അറ്റൻഡ് ചെയ്യും. इसका मतलब ये पिताजी ऐसा कोई विषय इस दुनिया में नहीं होगा जिस पर वो दोष नहीं लगाते हैं, शिकायत नहीं करते ഈ हों. വെക്കേഷൻ സമയത്ത് പിള്ളേരുടെ കൂടെ നിൽക്കാൻ വളരെ സന്തോഷത്തോടെ വരുന്നത്. ये छुट्टी के समय में, वेकेशन के समय में, मगर ये दादाजी बड़े खुशी के साथ बच्चों के पास रुकने के लिए आते हैं. വീടിന്റെ മുറ്റം തൊട്ട് കുറ്റം പറഞ്ഞാണ് വരുന്നത്. मगर घर के बाहर पहुंचते ही वो दोष लगाना, शिकायत करना वो शुरू कर दे. നമുക്കറിയാലോ അല്ലയാ, നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ചില സ്ഥലത്തൊക്കെ നമുക്കും ഇങ്ങനെയുള്ള ബലഹീനതയൊക്കെ ഉണ്ട്. और हमारे जीवन में भी कभी कभार ऐसी कमजोरियां हम देख सकते हैं. പക്ഷെ ഈ അപ്പച്ചൻ ഒരിക്കൽ ഉറങ്ങുമ്പോ मगर ये दादाजी, ये पिताजी जब एक दिन सो रहे थे, എല്ലാവരും ഓർത്ത് ഒരു പാഠം പഠിപ്പിക്കും. बच्चों ने सोचा कि हम आज इनको एक सबक सिखाएंगे. ഫ്രിഡ്ജിന്റെ അകത്ത് മാസങ്ങൾ പഴയ ചീസ് ഇരിപ്പുണ്ടായിരുന്നു. और फ्रिज के अंदर काफी महीनों पुराना चीज रखा हुआ था. അതുകൊണ്ടുവന്ന് ഈ അപ്പച്ചന്റെ മീശയില് അവർ തേച്ചു.
और उन्होंने बच्चों ने क्या किया, वो चीज उठाकर इस पिताजी के मूंछों पर लगा दिया। വളരെ ദുർഗന്ധം കാരണം അപ്പച്ചൻ എഴുന്നേറ്റു. काफी दुर्गंध वहां पर होने लगा और पिताजी, वो दादाजी जो है नींद में से उठ गए। അദ്ദേഹം പറഞ്ഞു ഈ മുറിയിലെല്ലാം ഭയങ്കര ദുർഗന്ധമാണ്. उस दादाजी ने बोला कि इस कमरे में तो बहुत दुर्गंध है। അടുക്കളയിൽ പോയി നിന്നു. അവിടെ നിന്ന് പറഞ്ഞു ഈ അടുക്കളയിലും ഭയങ്കര ദുർഗന്ധമാണ്. और वो किचन में जाकर खड़े हुए, किचन में भी गए तो भी देखा कि बहुत ज्यादा स्मेल आ रहा है। बोला कि यहाँ पर सब बदबू है। അന്നേരം പൂന്തോട്ടത്തിൽ പോയി കുറച്ചു നേരം നിൽക്കാൻ ചിന്തിച്ചു. പൂന്തോട്ടത്തിലും വലിയ ദുർഗന്ധമാണല്ലോ എന്ന് പറഞ്ഞു. तो उन्होंने सोचा कि चलो बाहर बगीचे में जहां पर फूल लगे हुए हैं वहां जाकर खड़े होंगे। वहां जाकर देखा तो वहां पर भी ये दुर्गंध आ रहा है। ലോകം മുഴുവനും ദുർഗന്ധമാണെന്ന് അപ്പച്ചൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു. उस दादाजी ने इस प्रकार बोला कि पूरी दुनिया में क्या है, दुर्गंध है, हर जगह बदबू फैला हुआ है। ഇത് കേട്ടോണ്ട് കൊച്ചുമക്കള് ഒരു കണ്ണാടി കൊണ്ട് കാണിച്ചൊരു മിറർ കാണിച്ചു. और इस बात को देखते हुए उन बच्चों ने एक आईना लिया और वो आईना उस दादाजी के सामने रख दिया। അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞ ദുർഗന്ധം എന്ന് പറഞ്ഞല്ലോ, ഇത് കണ്ടില്ലേ അപ്പച്ചന്റെ മീശയിൽ എന്തായിരിക്കും നോക്കിക്കേ. देखो, उन बच्चों ने बोला कि दादाजी आपने तो बोला कि हर जगह बदबू है, दुर्गंध है, आप पहले ये देख लो कि आपके मूंछों पर क्या लगा हुआ है। അവര് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പോയി പൈപ്പിൽ പോയി അത് കഴുകി കളഞ്ഞു. और जब उसको देखा कि मूंछों पर ये चीज लगा हुआ है तो उस दादाजी ने जाकर पानी लिया और उसको साफ किया। അപ്പോൾ അപ്പച്ചന്റെ ലൈഫിൽ ദുർഗന്ധം വന്നത് എവിടെന്നാന്ന് മക്കൾ കാണിച്ചു കൊടുത്തു. देखो, उस दादाजी के जीवन में ये दुर्गंध या ये बदबू कहाँ से आई, उन बच्चों ने इस बात को दिखाया। അന്ന് അദ്ദേഹം ഒരു പാഠം പഠിച്ചു. उस दिन उस दादाजी ने एक सबक सीख ली നമ്മുടെ ജീവിതത്തിൽ നാം ചിലത് ക്രമീകരിച്ചാൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും. कि हमारे जीवन में हम कुछ बातों को अपने आप में यदि सुधारने के लिए तैयार हैं तो पूरा जीवन जो है वो सुधर जाएगा। ചിലരുണ്ട് വീട്ടിലുള്ള എല്ലാ കുറ്റവും കുറവും മാത്രമേ കണ്ടുപിടിക്കാറുള്ളൂ. कुछ लोग ऐसे होते हैं जो उनके घर की बस कमियां ही ढूंढते रहते हैं। ചിലര് ജോലിയിലാണെങ്കിൽ അവിടെയുള്ളവരുടെ എല്ലാം കുറ്റവും കുറവായി കണ്ടുപിടിക്കുന്നു. कुछ लोग ऐसे हैं जो अपने दफ्तर में जो लोग हैं वहां के लोगों की कमियां ही ढूंढते रहते हैं। കൃപയാൽ സഭയിലും അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കുറവല്ല. और परमेश्वर के अनुग्रह से कलीसिया में भी ऐसे लोगों की गिनती कम नहीं है। എല്ലാ രീതിയിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നവർ, हर प्रकार से गलतियां ढूंढने में लगे रहते हैं। ഈ ദിവസങ്ങളിൽ നാം നമ്മുടേതായ ചില വിഷയങ്ങളെ ക്രമീകരിക്കാൻ തയ്യാറാകട്ടെ. मगर हम अपने जीवन के इस विषयों को सुधारने के लिए हम तैयार हो जाएं। ബാക്കിയെല്ലാം ശരിയാകുമെന്നാണ് സന്ദേശം. संदेश यही है कि जब हम अपने जीवन के कमियों को सुधारेंगे तो बाकी भी अपने आप सुधर जाएगा। ഹല്ലേലൂയ. മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയാൻ നമുക്ക് കഴിയട്ടെ. सबसे पहले हमारी आंखों में हालेलुया जो लट्ठा है उसको हम निकालने के लिए तैयार हो जाएं। പിന്നീട് സഹോദരന്മാരിൽ, उसके बाद फिर हम अपने भाइयों की आंख से वो तिनका निकालें। ഹല്ലേലൂയ, അതെല്ലാം നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹമായി മാറും. ये सब कुछ हमारे जीवन में काफी आशीष का कारण होगा। ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നാണ്. मत्ती के सुसमाचार 7वें अध्याय में से हमने वचन पढ़ा है। അതിന്റെ അകത്ത് കിടക്കുന്ന വാക്യം ഇങ്ങനെയായിരുന്നു: നാം ഹല്ലേലൂയ നമുക്ക് അല്ലെങ്കിൽ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. हालेलुया। वचन कहता है, इस कारण जो कुछ तुम चाहते हो कि मनुष्य तुम्हारे साथ करे तुम भी उनके साथ वैसा ही करो। ശരിക്കും യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ ഒരു വാക്യമാണ്. यीशु मसीह के आम संदेश के दौरान दी गई एक संदेश है जो यहाँ पर हमने आज पढ़ा है। ഇതിനെ സുവർണ നിയമം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ എന്നാണ് ഈ വാക്യത്തെ വിളിക്കുന്നത്. हालेलुया, इसको गोल्डन रूल के समान इस वचन को कहा जाता है। ഞാൻ ഈ വാക്യത്തെ പഠിക്കുമ്പോൾ ഇത് പല മതഗുരുക്കന്മാരും ബൈബിളിലെ വാക്യമാണെന്ന് അറിയാതെ പലരെയും പഠിപ്പിച്ചിട്ടുണ്ട്. हालेलुया, इस वचन के बारे में जब मैं सीख रहा था तो अनेक धार्मिक गुरुओं ने इस वचन को ये ना जानते हुए कि ये बाइबल का वचन है, अनेक जगहों पर उन्होंने भी सिखाया है। പല മോട്ടിവേഷൻ പ്രീച്ചേഴ്സും ഇത് ബൈബിളിൽ യേശു പറഞ്ഞ വാക്കാന്ന് അറിയാതെ പഠിപ്പിച്ച ഒരു വാക്യമാണ് ഈ വാക്യം. अनेक मोटिवेशनल स्पीकर्स जो है वो इन शब्दों का इस्तेमाल किए हैं उन्होंने अपने प्रचारों के दौरान, मगर वो नहीं जानते थे कि ये वचन जो है बाइबल का वचन है। മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? देखो, मनुष्य आपके साथ क्या करे, आप क्या चाहते हैं, നിങ്ങൾ അത് അവർക്ക് ചെയ്യും. हालेलुया, जो कुछ आप चाहते हैं कि लोग आपके साथ करें पहले आप उनके साथ वैसा करो। ഹല്ലേലൂയ. അവർ നിങ്ങൾക്ക് ചെയ്യാൻ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് നിങ്ങൾ ചെയ്യുവിൻ. देखो, तुम जो चाहते हो कि मनुष्य तुम्हारे साथ करे वैसे ही हालेलुया तुम भी उनके साथ करो। ഇത് ഞാൻ ഇനി പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരു കാര്യവും ആഗ്രഹിക്കുന്നുമില്ല. ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ല.
देखो ये बात जब मैं कह रहा हूं, अब आप सोच रहे होंगे, आप बोल रहे होंगे कि हमारे मन में तो ऐसे कोई विचार भी नहीं है, हम कुछ चाहते भी नहीं है। നല്ല ആഗ്രഹങ്ങളുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मगर अच्छी अच्छी इच्छाएं जिन लोगों के मनों में है, उनके लिए मैं प्रभु का धन्यवाद करता हूं। ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ മനുഷ്യരിൽ നിന്ന് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. यहाँ पर परमेश्वर का वचन हमें सिखाता है कि हम मनुष्य से क्या चाहते हैं। നാം അവർക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാകണമെന്നാണ് യേശു പറയുന്നത്. यीशु कहते हैं कि जो हम दूसरों से चाहते हैं, हम पहले उनके लिए वैसा ही करें। നമ്മൾ മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. हम मनुष्यों से कुछ बातें हैं जो चाहते हैं। മനുഷ്യരൊക്കെ എന്നെ സ്നേഹിക്കണം. हम चाहते हैं कि हर एक मनुष्य जो है हमसे प्रेम करे। വീട്ടിൽ നിന്ന് എനിക്കൊരു വലിയൊരു സ്നേഹം കിട്ടണം. घर के अंदर भी सब लोग मुझसे प्रेम करे। ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് നമുക്കൊരു സ്നേഹം കിട്ടണം. हम चाहते हैं कि पति से, पत्नी से, बच्चों से, माता पिताओं से हमें एक प्यार मिले, हमसे वो लोग प्रेम करे। പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന്, प्रार्थना करने वाले लोगों से, അയൽവക്കക്കാരിൽ നിന്ന്, हमारे आस पड़ोसियों से, കൂടെ ജോലി ചെയ്യുന്നവരാരും വഴക്ക് പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇടപെടണം, നന്നായിട്ടൊന്ന് സ്നേഹിക്കണം. हमारे साथ जो लोग काम करते हैं वे लोग अच्छे से बर्ताव करे, वो ना झगड़े। നിങ്ങൾ ഇത് വ്യക്തികളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ यदि आप उन लोगों से ये सब कुछ चाहते हैं, ഇത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. तो सबसे पहले आप ये सब काम उनके लिए करो। അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന് നിങ്ങൾ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുവിൻ. यदि आप अपने माता पिता से एक प्रेम चाहते हैं, प्यार चाहते हैं, तो आप पहले उनसे प्यार करो। ഇങ്ങോട്ട് നിങ്ങൾ എന്താണ് ഇച്ഛിക്കുന്നത് അങ്ങോട്ട് നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാകട്ടെ. आप अपने जीवन में दूसरों से क्या चाहते हैं, सबसे पहले आप उनके जीवन में उसको करो। ഹല്ലേലൂയ. हालेलुया। ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് ഞാൻ തുടരുകയാണ്. ആരിലൊക്കെ നിന്നാണോ നിങ്ങൾ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരു കരുതൽ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അംഗീകാരം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യുവാൻ ദൈവത്തിന്റെ മക്കൾക്ക് കഴിയട്ടെ. हालेलुया। आप अपने पति से हो, पत्नी से हो, बच्चों से हो, माता पिता से हो, जो कुछ आप उनसे चाहते हैं, हालेलुया, प्यार चाहते हैं या फिर आपके हालेलुया देख रेख चाहते हैं, आप जो कुछ उनसे चाहते हैं सबसे पहले आप उनके लिए करें। ഹല്ലേലൂയ. हालेलुया। നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. आपके समान ही अपने शत्रुओं से भी आप प्रेम कर सके। നിങ്ങളെ പോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയട്ടെ. आप अपने समान ही अपने भाइयों से प्रेम कर पाए। ശരിക്കും മത്തായി സുവിശേഷം 7:12 ഈ ഗോൾഡൻ റൂൾ ഭയങ്കരമാണ്. हालेलुया। मत्ती का सुसमाचार 7:12 ये गोल्डन रूल जो है काफी महत्वपूर्ण है प्रियो। മനുഷ്യനിൽ നിന്ന് എന്താണോ നിങ്ങൾ ഇച്ഛിക്കുന്നത് അത് മനുഷ്യർക്ക് നിങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. मनुष्यों से हम जो कुछ चाहते हैं उन कामों को हम पहले उनके लिए करें। നമ്മൾ ഇച്ഛിക്കുന്നത് ഒന്നാമത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സ്നേഹമാണ്. और हम मनुष्यों से सबसे पहला यही चाहते हैं कि वो लोग मुझसे प्रेम करें, കരുതലുകളാണ്. और उनके विचारों को हम चाहते हैं। ഹല്ലേലൂയ. അതെല്ലാം നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളത് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. हम अगर उनसे वो चाहते हैं तो हम उनके लिए भी ऐसा सब कर पाए। ഹല്ലേലൂയ. ഇതൊക്കെ ചെയ്യാൻ മടിക്കുന്നവര് ചിലപ്പോൾ പറയാറുണ്ട്, ഓ ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. और जो लोग ऐसा करना नहीं चाहते वे लोग इस प्रकार बोलते हैं कि मैं तो उनसे कुछ चाहता ही नहीं हूं। ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് കൈവച്ച് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നില്ല. देखो, आप अपनी छाती पर हाथ रख के कभी ऐसा नहीं बोल सकते कि मैं दूसरों से प्रेम नहीं चाहता। മറ്റുള്ളവരിൽ നിന്ന് കരുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. कोई लोग नहीं कह सकते कि मैं दूसरे लोगों के हालेलुया जो लोग मेरे लिए चिंता करे वो भी मैं नहीं चाहता। മറ്റു ചില കാര്യങ്ങൾ നാം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, मगर दूसरे कुछ बातें जो हम दूसरे लोगों से चाहते हैं, നമ്മൾ അവരിൽ നിന്ന് ഒരു പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. हम दूसरों से एक प्रार्थना चाहते हैं। ദൈവദാസന്മാരിൽ നിന്ന്, ദൈവമക്കളിൽ നിന്നൊക്കെ നാം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. परमेश्वर के दास हो या परमेश्वर के लोग हो, सबसे हम अपने लिए प्रार्थना चाहते हैं എന്റെ പേരൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നല്ലതായിരുന്നു. कि मेरा नाम लेकर अगर प्रार्थना करते तो बहुत अच्छा होता। എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരുന്നു. मेरे परिवार के लिए अगर प्रार्थना उन्होंने किया होता तो अच्छा होता। പ്രിയരെ, നിങ്ങൾ എന്താണ് ഇച്ഛിക്കുന്നത് നിങ്ങൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യട്ടെ. प्रियो, आप क्या चाहते हैं आपके जीवन में दूसरों से, आप उनके लिए भी वो ही करें। പലപ്പോഴും ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട്, ഒരാളൊന്ന് പ്രാർത്ഥിക്കായിരുന്നല്ലായിരുന്നു. मैं भी कभी बहुत बार ऐसे सोचता हूं कि अगर मेरे लिए कोई प्रार्थना करा होता तो बहुत अच्छा होता। ഹല്ലേലൂയ. हालेलुया। പലപ്പോഴും നാം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വ്യക്തി നമുക്ക് വേണ്ടി ഉപവസിക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. अगर हम ऐसे बहुत बार सोचते हैं कि अगर हमारे लिए कोई उपवास रखता तो वो अच्छा होता।
നാം എന്താണോ നാം ആഗ്രഹിക്കുന്നത് അത് നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ, അതിലൂടെയാണ് ഈ വചനം നമുക്ക് നിവൃത്തിയായി മാറുന്നത്. प्रियो हालेलुया, जो कुछ हम दूसरों से अपने जीवन में चाहते हैं, यदि हम उनके लिए वो सब करने को तैयार है, तब ये वचन हमारे जीवन में पूरा होता है। ഹല്ലേലൂയ. हालेलुया। ദിവസങ്ങളിൽ ദൈവത്തിന്റെ മക്കളെ, इन दिनों में परमेश्वर के लोगों, നാം മനുഷ്യനിൽ നിന്ന് ഇങ്ങോട്ട് ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് ചെയ്ത് ഈ വചനത്തെ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ. हम हालेलुया दूसरे मनुष्यों से, दूसरे व्यक्तियों से हमारे जीवन में जो कुछ हम चाहते हैं, सबसे पहले हम उन कामों को उनके लिए करते हुए इस वचन को अपने जीवन में पूरा करें। സ്നേഹം, കരുതൽ, പ്രാർത്ഥന ഇതെല്ലാം നാം ആഗ്രഹിക്കുന്നതാണ്. हम सब लोग चाहते हैं कि दूसरों से प्रेम मिले, दूसरे लोग हमारे लिए चिंता करें या फिर दूसरे लोग हमारे लिए प्रार्थना करें। ഇതൊക്കെ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയട്ടെ. ये सब हम यदि दूसरों से चाहते हैं तो सबसे पहले ये सारे कामों को हम दूसरों के लिए हम कर पाए। അല്ലയോ, ചിലര് ഹൃദയത്തിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഇല്ലെന്ന് പറയും. ഞാനിതൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. और कुछ लोग बोलते तो सही कि मैं अपने मन में ये सब नहीं सोचता, नहीं चाहता, मगर जरूर वो अपने मनों में ऐसा सोचते हैं। ഈ പ്രോത്സാഹനം എല്ലാവർക്കും ഇഷ്ടമാണ്. देखो, दूसरों से प्रोत्साहन मिलना ये सब लोगों को अच्छा लगता है। ഇത് ചിലര് പറയുന്നത് ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. कुछ लोग बोलते तो सही कि हाँ मुझे ये सब नहीं चाहिए, मगर वो हृदय के अंदर ही अंदर ये सब सोचते हैं। പ്രിയരെ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. परमेश्वर के प्रियो, हम दूसरों को प्रोत्साहित कर सके। ശരിക്കും ഹല്ലേലൂയ, ഈ പ്രബോധനപുത്രൻ അല്ലെങ്കിൽ സൺ ഓഫ് എൻകറേജ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബർണബാസ്. और बरनबास के बारे में हम जानते हैं, वो प्रोत्साहन का पुत्र करके जाना जाता है। അദ്ദേഹം പൗലോസിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞിട്ട് और उनकी मुलाकात जब पौलुस से हुई, ശരിക്കും യെരുശലേമിലെ അപ്പോസ്തലന്മാർക്കോ സഭയിലെ ആൾക്കാർക്കോ പൗലോസിന്റെ മാനസാന്തരം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. देखो, यरूशलेम की कलीसियाएं और वहां के परमेश्वर के लोग पौलुस के मन फिराव के विषय में वो विश्वास नहीं कर पा रहे थे। അതായത് ദമസ്കോസിൽ നടന്ന സംഭവം അത് ഒരു സത്യമല്ല എന്ന് വിശ്വസിച്ചവരായിരുന്നു യെരുശലേമിലെ അപ്പോസ്തലന്മാരും അവിടുത്തെ വിശ്വാസികളും. देखो, यरूशलेम के प्रेरित लोग और वहां के विश्वासी लोग यही सोच रहे थे कि दमिश्क के फाटक में जो पौलुस का मन फिरा हुआ या परमेश्वर के साथ मुठभेड़ हुआ, वो वास्तविक नहीं है, वो झूठा है। സഭയിൽ നടക്കുന്ന അല്ലെങ്കിൽ സഭയെ തകർക്കാൻ ഇത് മറ്റൊരു തന്ത്രമാണെന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു. और वो लोग ऐसा सोचते थे कि पौलुस कलीसियाओं को खत्म कर देने के लिए ये पौलुस की नई चाल है जो वो लेकर आया है। അദ്ദേഹത്തിന്റെ മാനസാന്തരം കൃത്യമാണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യനായിരുന്നു ബർണബാസ്. मगर पौलुस का मन फिराव वास्तविक है, इस सच्चा है, इस बात को पहचानने वाला व्यक्ति था बरनबास। നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ ഹൃദയം പറിച്ചു കാണിച്ചാൽ പോലും വിശ്വസിക്കാത്ത ആൾക്കാർ. हमारे बीच में भी तो ऐसे लोग हैं प्रियो, हालेलुया, हमारा हृदय या अपना मन खोलकर भी उनको दिखा दो तो भी वो विश्वास नहीं कर सकते। ഹല്ലേലൂയ. പക്ഷേ ദൈവം ഈ ബർണബാസിലൂടെയാണ് ശരിക്കും യെരുശലേമിലെ അപ്പോസ്തലന്മാരും വിശ്വാസികളും വിശ്വസിക്കുന്നത് പൗലോസ് ശരിക്കും മാനസാന്തരം ശരിയായിരുന്നു. मगर इस बरनबास के द्वारा यरूशलेम के प्रेरितों ने और विश्वासियों ने ये विश्वास किया कि पौलुस का मन फिराव जो था वो सच्चा था। ഒന്നാമത് അദ്ദേഹത്തിന്റെ പേര് തന്നെ പ്രബോധനപുത്രൻ എന്ന സൺ ഓഫ് എൻകറേജ്മെന്റ് എന്നാണ് കിടക്കുന്നത്. सबसे पहली बात है, बरनबास जो शब्द है उस शब्द का अर्थ ही है प्रोत्साहन का पुत्र। ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായി. देखो, ये दूसरों को प्रोत्साहित करने वाला एक व्यक्ति था। ശരിക്കും അപ്പോസ്തലന്മാരുടെ മുമ്പിൽ യെരുശലേമിലെ സഭയുടെ മുമ്പിൽ പത്രോസിനെ മാന്യമായ വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് പരിചയപ്പെടുത്തിയത് കൊണ്ടായിരുന്നു അല്ലേയ ശരിക്കും പൗലോസ് മൂലം 70% അല്ലേയ അനുഗ്രഹങ്ങളും ബൈബിളിലെ അധ്യായങ്ങളും നമുക്ക് ലഭിച്ചത് പൗലോസ് മുഖാന്തരമാണ്. देखो हालेलुया, बरनबास ने अपने शब्दों के द्वारा जो पौलुस को प्रोत्साहित किया, इस वजह से यरूशलेम के प्रेरितों ने और विश्वासियों ने उस पर विश्वास किया और 70% आशीषें पौलुस के द्वारा हालेलुया यरूशलेम में हो या अनेक पुस्तकों के द्वारा हो, आज के तारीख में हमें मिला है। വിശുദ്ധ ബൈബിൾ എടുത്താൽ 70% പൗലോസിനാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. पवित्र शास्त्र जब हम देखते हैं उसमें भी 70% किताबें जो है, पुस्तकें जो है, पौलुस के द्वारा लिखी गई है। ഞാൻ പുതിയ നിയമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. मैं नए नियम की बात बता रहा हूँ।
70% സംഭാവനകളും പൗലോസിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. 70% हालेलुया संभावना जो है, ये जो हालेलुया पुस्तकें जो है पौलुस से हमें मिला है. ശരിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആയിരുന്നെങ്കിലും यदि ये पवित्र आत्मा का काम था ഇതിന്റെ പിന്നിൽ ബർന്നബാസിന് ഒരു വലിയ റോൾ ഉണ്ടായിരുന്നു. तो उसके पीछे बरनबास का भी एक बहुत बड़ा हाथ है. ഒരു എൻകറേജ്മെന്റ്, തന്നെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പിന്നിൽ ശരിക്കും ബർന്നബാസ് ഉണ്ടായിരുന്നു. देखो हालेलुया, पौलुस को प्रोत्साहन देने के पीछे बरनबास का एक बड़ा हाथ है. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ പലരും ഡിസ്കറേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് പലരും കൂടുതൽ. मगर आजकल हम देखते हैं हमारे चारों तरफ हमें निरुत्साहित करने वाले लोग हालेलुया अधिक हैं. വീട്ടിന്റെ അകത്ത്, സഭയ്ക്കകത്ത്, നാട്ടില്, ജോലി സ്ഥലങ്ങളിലൊക്കെ സൺ ഓഫ് ഡിസ്കറേജ്മെന്റിന്റെ ആൾക്കാരുണ്ട്. देखो हमारे घर के अंदर हो, पास पड़ोस में हो, दफ्तर में हो, हमें निरुत्साहित करने वाले संतानों को हम ज्यादा देखते हैं. പക്ഷേ ഇന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറട്ടെ. मगर आज हम प्रोत्साहन देने वाले लोग होने पाए. അപ്പൊ നമ്മളെ സഹായിക്കാൻ പോവുകയാണ് പ്രിയരെ. परमेश्वर हमारी सहायता करने जा रहे हैं प्रियो. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. इसलिए परमेश्वर का वचन जब हम पढ़ते हैं तो हमें समझ आता है. തന്റെ പേര് പ്രബോധനപുത്രൻ എന്ന് പറയുന്ന പോലെ തന്നെ താൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. और बरनबास का नाम जो हालेलुया प्रोत्साहन का संतान है, उस शब्द का अर्थ वैसे ही वो दूसरों का प्रोत्साहन करने वाला व्यक्ति था. താൻ പൗലോസിനെ മാത്രമല്ല പ്രോത്സാഹിപ്പിച്ചത്. उसने केवल पौलुस को ही नहीं जो प्रोत्साहित किया, ഒരിക്കൽ പൗലോസിന്റെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റ് വന്ന മർക്കോസിനെ പോലും താൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. एक बार हालेलुया पौलुस के शब्दों से ठेस पहुंचे हुए मरकुस को भी बरनबास ने प्रोत्साहित किया है. അദ്ദേഹമായിരുന്നു ഇവരെല്ലാം പിന്നിൽ ഒരു ഉണർവായി വ്യാപരിച്ചത്. देखो आगे को हम देखते हैं उन सब लोगों के पीछे एक बड़ी बेदारी के रूप में ये व्यक्ति काम करते थे. ഇന്ന് ദൈവമക്കളെ, നിങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ, നിങ്ങളെ ഒരു ബർന്നബാസിനെ പോലെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. हालेलुया परमेश्वर के प्रियो, आपको जिस देश में भी, जिस राष्ट्र में भी प्रभु ने इस समय रखा है, आपको उस बरनबास के समान प्रभु ने चुना है प्रियो. നിങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാകട്ടെ. आप दूसरे लोगों को प्रोत्साहन देने वाले हो. മനുഷ്യരെന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, मनुष्य आपके जीवन में आपसे, आपके लिए क्या करना चाहते हैं, നിങ്ങൾ അത് അവർക്ക് ചെയ്യുവിൻ. उन कामों को आप उनके लिए करें पहले. നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടോ? क्या आप प्रेम चाहते हैं? നിങ്ങൾ ഒരു കരുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? क्या आप दूसरे लोगों से अपने लिए चिंता करने के लिए चाहते हैं? നിങ്ങൾ ഒരു പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ടോ? क्या आप दूसरों से एक प्रार्थना चाहते हैं? നിങ്ങൾ ഒരു പ്രോത്സാഹനം ആഗ്രഹിക്കുന്നുണ്ടോ? क्या आप दूसरों से एक प्रोत्साहन चाहते हैं? മറ്റുള്ളവർ എന്നോട് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? क्या आप चाहते हैं कि दूसरे लोग मुझे माफ करें और मुझे क्षमा दे? നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകട്ടെ. आप वैसे ही दूसरों को भी क्षमा देने के लिए तैयार रहें. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാകട്ടെ. दूसरों को माफ करने के लिए आप लोग तैयार रहें. ഒരിക്കൽ സ്പെയിനിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. और एक बार स्पेन में एक आशीषित व्यक्ति के बारे में मैंने इस प्रकार पढ़ा. ഒരു പിതാവുമായിട്ട് വഴക്കുണ്ടാക്കി പോകുന്ന ഒരു കൗമാരപ്രായക്കാരൻ. और एक अपने पिताजी के साथ लड़कर निकला हुआ एक नौजवान लड़का. അപ്പോൾ താൻ വഴക്കുണ്ടാക്കി പോയ ശേഷം वो अपने घर से, पिता से लड़कर जब निकल गया, ഒരിക്കൽ തന്റെ അപ്പൻ ഒരു കാര്യം ചെയ്തു. उसके पिता ने एक दिन ऐसा किया. എങ്ങോട്ടാ മോൻ പോയെന്ന് അറിയത്തില്ല. वो पिता नहीं जानते थे कि उसका बेटा कहाँ चला गया है. അപ്പോൾ അവര് ഒരു സംഭവം എഴുതി താൻ പത്രത്തിൽ പരസ്യം കൊടുത്തു. और उस पिताजी ने क्या किया, वहां के अखबारों में ये खबर दे दिया कि बेटा गुम हो चुका है. അങ്ങനെ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയായിരുന്നു. और उस पिताजी ने इस प्रकार उस अखबार में लिखा. അവിടെ സാധാരണഗതിയിൽ മക്കളുടെ എല്ലാം പേര് പാക്കോ എന്ന് പറയുന്നൊരു പേരുണ്ട്, പാക്കോ. और वहां के अधिकतर बच्चों का नाम हम इस प्रकार देखते हैं, पाको करके एक नाम होता है. പറഞ്ഞു, പാക്കോ, ഞാൻ ഈ പത്രം എവിടെ നിന്നാണോ പ്രസിദ്ധീകരിക്കുന്നത് അതിന്റെ ഓഫീസിന്റെ വാതിക്കൽ നാളെ രാവിലെ 8 മണി കഴിയുമ്പോൾ ഞാൻ കാണും, നീ അവിടെ വരണം. और उस पिताजी ने उस अखबार में इस बार छपवाया और लिखा कि पाको, कल मैं जहां से भी इस अखबार का प्रकाशन होता है वहीं पर मैं कल सुबह उस ऑफिस के गेट पर खड़ा रहूंगा, तू कहीं पर भी क्यों ना हो वहां पर आ जाना. വളരെ വ്യക്തമായി പിതാവ് എഴുതിയിരുന്നു, ഞാൻ നിന്നോട് ക്ഷമിച്ചു. बड़े स्पष्ट रूप में उस पिताजी ने उस अखबार में फिर लिखा कि मैंने तुझे माफ कर दिया है, എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. मैं तुझसे मिलना चाहता हूं. ഈ പത്രത്തിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ നാളെ ഞാൻ കാണും. और उन्होंने फिर लिख दिया कि इस ऑफिस के हालेलुया गेट पर मैं कल सुबह मिलूंगा, നീ അവിടെ വരണം. तू वहां पर आ जाना. ഈ പിതാവ് ചെന്നപ്പോൾ അതിശയിച്ചു പോയി. ये पिताजी जब वहां पर पहुंचे तो बिल्कुल चकित हो गए.
ഏതാണ്ട് ഒരു 800-ൽ പരം പാക്കോമാർ അവിടെ ഉണ്ടായിരുന്നു. लगभग 800 से अधिक पाको लोग वहां पर खड़े थे, കാര്യം സ്പെയിനിലെ സർവ്വസാധാരണമായിരിക്കുന്ന ഒരു പേരാണ് പാക്കോ. क्योंकि स्पेन में बहुत ही आम रूप से जाना जाता है ये पाको जो नाम है। എല്ലാ പാക്കോമാരും ചിന്തിച്ചു എന്റെ പിതാവ് എഴുതിയതായിരിക്കാം. तो सब पाको लोगों ने, जितने लोगों ने पढ़ा, सबने सोचा कि मेरे पिता ने ये लिखा होगा, കാര്യം എല്ലാവരും ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നവരാണ്. क्योंकि सब लोग हालेलुया क्षमा देने के लिए और क्षमा पाने के लिए सब लोग चाहते हैं। പ്ലീസ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു ക്ഷമ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ परमेश्वर के प्रियो, यदि आप भी दूसरों से क्षमा या माफी चाहते हैं നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകട്ടെ. तो उससे पहले आप भी दूसरों को माफ करने के लिए तैयार हो जाएं। ഹൃദയത്തിലും ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ആഗ്രഹമുള്ളവർ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ളത്. हालेलुया, हमारे चारों तरफ ऐसे ही लोग हैं जो माफ करना और माफी पाना चाहते हैं। ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ പ്രിയരെ. परमेश्वर आप सबों की सहायता करे प्रियो। ബൈബിളിലെ ഒരു ഗോൾഡൻ റൂളാണ് ഇന്ന് നാം ചിന്തിച്ചത്. बाइबल का एक गोल्डन रूल है जो आज हमने पढ़ा है। നാം എന്താണോ മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നാം തിരിച്ചു ചെയ്യാൻ കഴിയട്ടെ. हम जो दूसरों से चाहते हैं वैसा ही हम उनके लिए भी करें। നമുക്ക് നമ്മളെ സമർപ്പിക്കാൻ പ്രിയരെ. हम अपने आप को समर्पित करें प्रियो। ഹല്ലേലൂയ. ഇന്ന് വരെ പറ്റിയിട്ടില്ല, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണം. आज तक अगर नहीं हो पाया है तो आज आपसे होने पाए। നാം നമ്മുടേതായിരിക്കുന്ന ചില കാര്യങ്ങളെ ക്രമീകരിച്ചാൽ ഒത്തിരി സമാധാനം നമുക്ക് ചുറ്റുമുണ്ടാകും. हालेलुया, हम अपने जीवन में यदि छोटी छोटी बातों पर सुधार अगर ला सकते हैं तो बहुत बड़ी शांति हमारे जीवन में मिल जाएगी। നമ്മുടെ കണ്ണിലെ കരടൊക്കെ നാം എടുത്തു കളഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുത്തു കളയാനും പറ്റും. हमारे आंखों में जो लट्ठा है हालेलुया, उसको अगर हम उठाकर फेंकने के लिए तैयार हैं तो दूसरों की आंखों के छोटे छोटे तिनकों को आराम से निकाल पाएंगे। ആദ്യം പോയി നാം നമ്മുടെ ജീവിതത്തിൽ കണ്ണാടി നോക്കട്ടെ. सबसे पहले हम जाकर अपना चेहरा आईने पर देखें। നമ്മുടെ കുറവുകളെ നാം നികത്തട്ടെ. सबसे पहले हम अपने जीवन की कमियों को सुधारें। ഹല്ലേലൂയ. ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നാം നമ്മെ ക്രമീകരിക്കട്ടെ. परमेश्वर के वचन रूपी उस आईने से हालेलुया अपने जीवन को देखें और उसको सुधार लें। എന്നിട്ട് മറ്റുള്ളവരെ ശരിയാക്കാനും അവർ തനിയെ ശരിയാകാനും സാധ്യതയുണ്ട്. उसके बाद दूसरों को सुधारने के लिए और वो अपने आप से सुधरने के लिए भी हालेलुया काफी संभावना है। ഇന്നത്തെ വചനം ഒന്ന് ഏറ്റെടുത്താട്ടെ. आज के वचनों को हम स्वीकार करें प्रियो। മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് ചെയ്യാൻ കഴിയട്ടെ. दूसरे लोगों से हम क्या चाहते हैं वो हम उनके लिए करें। പ്രാർത്ഥന ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങോട്ട് ചെയ്യട്ടെ. हम प्रार्थना चाहते हैं तो हम पहले उनके लिए प्रार्थना करें। ഉപവാസം ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങോട്ട് ചെയ്യട്ടെ. अगर हम दूसरों से उपवास चाहते हैं तो हम उनके लिए पहले उपवास रखें। സ്നേഹം ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങോട്ട് ചെയ്യട്ടെ. हम दूसरों से प्यार चाहते हैं तो हम पहले उनके लिए प्यार करें, उनसे प्यार करें। കരുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങോട്ട് ചെയ്യട്ടെ. दूसरों से अगर वो हम चाहते हैं कि वो हमारे लिए चिंता करे तो सबसे पहले हम उनके लिए चिंता करें। പ്രോത്സാഹനം ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം അങ്ങോട്ട് ചെയ്യട്ടെ. अगर हम प्रोत्साहन चाहते हैं तो सबसे पहले हम उनको प्रोत्साहित करें। ക്ഷമ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം അങ്ങോട്ട് ചെയ്യട്ടെ. हम माफी चाहते हैं तो सबसे पहले हम उन्हें माफ करें। ഞാൻ അതിൽ എക്സെട്ര എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് നിർത്തുക. और उसमें एक्सेट्रा जो शब्द है उसको मैं कहकर वहां पर समाप्त करूंगा। നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആദ്യം അങ്ങോട്ട് ചെയ്യട്ടെ. जो कुछ आप चाहते हैं आप पहले उनके लिए करें। പരിശുദ്ധ പിതാവേ, पवित्र परमेश्वर, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കായി സ്തോത്രം. दुनिया के विभिन्न राज्यों से, राष्ट्रों से इस प्रार्थना सभा में जुड़े हुए लोगों के लिए धन्यवाद। വ്യക്തികൾ, കുടുംബങ്ങൾ എല്ലാവരും ഞാൻ സമർപ്പിക്കുന്നു. व्यक्तियों को, परिवारों को, सबों को समर्पित करता हूँ। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരും ബ്ലസ് ചെയ്യുന്ന ഫാദർ ലോർഡ്. पिता, पुत्र, पवित्र आत्मा के नाम से हर एक लोगों को हम आशीषित करते हैं। ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. हर एक लोग आशीषित होने पाए। ഇന്ന് അവരുടെ രാത്രി അനുഗ്രഹമാകട്ടെ. आज की उनकी रात आशीषित होने पाए। അവരുടെ പകൽ അനുഗ്രഹമാകട്ടെ. सबों का दिन आज आशीषित होने पाए। എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുന്ന ഫാദർ ലോർഡ്. सभी लोगों को मैं आशीषित करता हूँ पिता। എല്ലാ മഹത്വം അങ്ങേക്ക്. सारी महिमा आपको मिले യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. यीशु के नाम में आमेन। ആമേൻ.